ഹായ് ഹലോ എല്ലാവർക്കും മീനാക്കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ക്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ, ഒരു ആർട്ട് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റിന് നമുക്കിത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ. കത്രിക 2 എടുത്തിട്ടുണ്ട്, ചെറുതും എടുത്തിട്ടുണ്ട്, വലുതും എടുത്തിട്ടുണ്ട്. നിങ്ങളേതായാലും ഒരു കത്രിക എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ഊട്ടിയൊക്കെ ഇടാണ്ടല്ലോ, അതൊക്കെ മുറിച്ചെടുക്കാനൊക്കെ ഉള്ള നമ്മളുടെ കോമ്പസും കാര്യവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേനയും ഒരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള കളർ സ്കെച്ചും ഇഷ്ടമുള്ള കളർ പേനയും എടുക്കാം കേട്ടോ. പിന്നെ ഒരു വട്ടപാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ സാധനം പേസ്റ്റ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. പേസ്റ്റ് ബോർഡ് കൊണ്ടാണ് നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ക്ലോക്കിൻ്റെ ചാപ്റ്ററാണ് എടുക്കുന്നത്, അത് കാണിക്കാൻ വേണ്ടിയാണ് ക്ലോക്ക് ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ക്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ക്ലോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയും നോക്കാം. അപ്പോൾ നമ്മളെ വട്ടപാത്രം നമ്മൾ ഇതിലോട്ട് വെച്ച് ഇതിൻ്റെ ഈ വട്ടപാത്രത്തിൻ്റെ അളവിൽ ഞാൻ പേനയിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ വട്ടപാത്രം കൊണ്ട് പേനയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെന്തായാലും വെട്ടിയെടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യം ഈ കത്രിക കൊണ്ടൊന്ന് വെട്ടാൻ സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. പറ്റും. പക്ഷേ ഈ കത്രിക കൊണ്ട് നമ്മൾ നല്ല ബലം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കത്രിക എടുത്തിട്ടോ, വലിയ കത്രിക. നിങ്ങളേലും മൂർച്ചയുള്ള കത്രിക ഏതാണ് അത് തന്നെ എടുത്തോട്ടോ. ഇപ്പം എൻ്റെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണട്ടോ. എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. പക്ഷേ ഗൈസ് എനിക്കൊരു പണി കിട്ടി, വേറെ ഒന്നും അല്ലത്. ഇവിടെ ഇങ്ങനെ മുറിഞ്ഞൊന്നും ഞാൻ മുറിച്ചല്ല കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നാൽ തീർച്ചയായും പണി ബാളുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ വരയുടെ അകത്താണ് ഇത് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ വരച്ചപ്പോൾ ഇവിടെ വരെ ഉള്ളൂരുന്നു. എനിക്കിനി എന്തായാലും ഇത് തിരിച്ചതിന് ശേഷം വേറെ എവിടെയെങ്കിലും വരയ്ക്കുന്ന സേഫ്റ്റി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടോട്ട് വരയ്ക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടോട്ട് വീണ്ടും വരയ്ക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കെച്ച് തെളിയുന്നില്ല കേട്ടോ. സ്കെച്ച് എടുത്ത് എന്തിനാണെന്ന് ചോദിക്കണ്ട. സ്കെച്ചിനാണ് പേന അല്ലെങ്കിൽ സ്കെച്ച്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്തോട്ടോ. നല്ല സൂക്ഷിച്ച് വരയ്ക്കാം. അപ്പോൾ ഞാൻ വാതിലൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ഇത് ചെയ്തിട്ട് അവസാനം ഒരു വര വരച്ചിട്ടോ. പക്ഷേ ഇത് കുറേ വന്നു, അതൊന്നും സാരമില്ല. ഞാൻ എൻ്റെ ഇത് വരച്ച് ഇതായിപ്പോയതാണ്. അത് സാരമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മണ്ടക്കൂടി ഒരു പേപ്പർ ഒട്ടിക്കുമല്ലോ, അതുകൊണ്ട് അതൊന്നും സാരമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കത്രിക എടുത്ത് മുറിക്കാൻ തുടങ്ങിയത് നല്ല പേടിയുണ്ട്. ഇതെങ്ങാനും വല്ലതും പറ്റിപ്പോയാൽ വേറെ ഇതിനി കിട്ടില്ല. ഞാനൊരു കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ആ കടയിൽ ഇതേ ഉള്ളായിരുന്നുള്ളൂ. അവർ പറഞ്ഞു ഇതേ ഉള്ളൂ, ഇതെടുത്തോണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇതെടുത്തോണ്ട് വന്നത്. ഇനി ഞാൻ ഏത് കടയിൽ പോയി ഒരു ഇത് ചോദിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതെങ്ങാനും കുളവായ എന്നാണ് ഞാൻ പേടിക്കുന്നത്, എൻ്റെ പേടി സ്വപ്നം. പക്ഷേ നല്ലപോലെ എനിക്ക് ഈ കത്രിക മുറിയണുണ്ട്. നിങ്ങളുടെ മുറിയുന്ന കത്രികയെ യൂസ് ചെയ്യാവുള്ളൂ, അതും ഞാൻ പറഞ്ഞു തരാം. ഞാൻ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു വട്ടത്തിലാണ് ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറയാം. നിങ്ങൾക്ക്
നിങ്ങളുടെ കയ്യിലുള്ള പാത്രം എത്രയാണ്. നിങ്ങൾക്ക് വലിയ ക്ലോക്കാണ് ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ എത്തിക്കൂടി വലിയ വട്ടപാത്രം എടുത്ത് ഇട്ടാൽ മതിയെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വട്ടപാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടേക്ക് കേട്ടോ. അങ്ങനെ നമ്മളുടെ പാസ്പോർട്ട് കുട്ടൻ്റെ യൂസ് കഴിഞ്ഞതാ ഒരു വട്ടം കിട്ടിട്ടോ. ഫൈനലിൽ നിങ്ങൾക്ക് ഒരു വട്ടം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. കണ്ടടേ, നമുക്കൊരു വട്ടം കിട്ടിട്ടോ. ഇനി ചെയ്യാനുള്ള നടുക്ക് ഒരു മാർക്ക് ഇട്ടിട്ട് ഊട്ടയിടണം. ഞാൻ നടുക്ക് തന്നെ ഒരു മാർക്ക് ഇടുന്നുണ്ട്. പക്ഷേ നടുക്കല്ലായിരുന്നു അത്. നടുക്കൊരു മാർക്കിടും, അവിടെ ഒരു ഊട്ടയാക്കണം. ഇത് കൂടി വലിയ ഇതാക്കണമല്ലോ. വലിയ കുട്ടയാക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിട്ടിങ്ങനെ ഒന്ന് കറക്കിയാൽ മതിയാവും. ഞാനങ്ങനെ ചെയ്ത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള ഒന്നിവിടെ ഒന്ന് മാർക്ക് അടയാളപ്പെടുത്താൻ. നമ്മളെ സമയം 12, 6, ഇവിടെ 3, ഇവിടെ 9. നമുക്കൊന്ന് മാർക്ക് ചെയ്തേക്കുന്ന വേറൊന്നുമല്ല, ഇങ്ങനെയൊന്നും കൊണ്ടുപോകാനല്ല കേട്ടോ. ഇത് തികയോ, ഈ വട്ടത്തിന് വല്ല പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാനാണ്. 12, 1, 2, 3, 4, 5, 6 ഇവിടെ ഉണ്ട്, 7, 8, 9 ഇവിടെ ഉണ്ട്, 10, 11. നമ്പറൊക്കെ ഓക്കെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കണം കേട്ടോ. ഹാൻഡിൽ ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ അറ്റം മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഹാൻഡ് വരയ്ക്കാം. പിന്നെ നീ ഒരു ഹാൻഡാണ് വരച്ചിരിക്കണത്. നമ്മൾക്ക് ഞാൻ ഈ ഹാൻഡിൽ ആൾക്കാരും ചിലപ്പോൾ ഈ കത്രിക കൊണ്ടാണ് കേട്ടോ മുറിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നു എൻ്റെ രജിസ്ട്രേഷൻ ഡേയിനൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഇതിന് മാത്സിന് എൻ്റെ സബ് ജില്ലയെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാം സബ് ജില്ലയിൽ പോയി, പക്ഷേ സബ് ജില്ലയിൽ എനിക്ക് എ ഗ്രേഡേ കിട്ടുകയുള്ളൂ. എന്നാലും ഞാൻ പോയിട്ടോ സബ് ജില്ലയിൽ.
എ ഗ്രേഡ് കിട്ടിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിരുന്നു. കാണാൻ അതെങ്കിലും കിട്ടിയുള്ളൂ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐ ആം എ ഹാപ്പി അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ യൂട്യൂബിൽ 1K അടിച്ചു. ഇപ്പോൾ 2K ആയിട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വല്ലതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ബോറടിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ അങ്ങനെ സ്കിപ്പ് ചെയ്യുമല്ലോ എന്ന് ഞാൻ കരുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണം. അപ്പം എല്ലാവരും ഒരു സഹായം മതി. എനിക്ക് ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ മില്യനി എത്താം. അപ്പം എല്ലാവരും ഒരു ഹെൽപ്പ് ഞാൻ ആവശ്യപ്പെടുന്നു കേട്ടോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എനിക്ക് വേഗം തന്നെ എത്താം. നിങ്ങൾ സഹായിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നടക്കും. എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ണടച്ച് തുറക്കണതിന് മുന്നേ ഞാൻ കണ്ണടച്ച് തുറക്കണതിന് മുന്നേ എനിക്ക് 1 മില്യൺ എത്തും. ഞാൻ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അത്രയും ഹാപ്പിനെസ് ഉണ്ട് എനിക്ക്. 1K അടിച്ചപ്പോൾ ഇത്രയാണെങ്കിൽ 1 മില്യൺ അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കുറേ പേര് ചോദിച്ചു 1K ആയില്ലേ, പ്ലേ ബട്ടൺ കിട്ടിയില്ലേ എന്നുള്ളവർ. ആൾക്ക് ഇനി 6 മാസം കഴിയണം. 1 ലാക്ക് എത്തുമ്പോൾ കേട്ടോ. എനിക്ക് അല്ലാതെ 1K ആർക്കൊന്നും പ്ലേ ബട്ടൺ ഇല്ല കേട്ടോ. ഞാനൊന്ന് ഇത് ആലോചിച്ച് നോക്കി. 1K ആയാൽ പ്ലേ ബട്ടൺ കിട്ടുമോ? സെർച്ചൊക്കെ ചെയ്ത് നോക്കി. ഞാൻ യൂട്യൂബിന് മെസ്സേജ് അയച്ച് നോക്കി 1K ആയാൽ പ്ലേ ബട്ടൺ കിട്ടുമോ? അപ്പോൾ അവർ പറയുന്നത് ഇല്ല, പ്ലേ ബട്ടൺ കിട്ടില്ല, 1 ലാക്ക് ആയാലേ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെനിക്ക് ഒരു 2 മാസത്തിനുള്ളിൽ 1 ലാക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയാം കേട്ടോ. ഇങ്ങനെ വെട്ടിയെടുത്തോട്ടോ എല്ലാവരും. ഇത് നമ്മളുടെ വലിയ ഹാൻഡാണ്. ഇത് വലിയ ഹാൻഡൊക്കെ കേട്ടോ. ഇത് ചെറിയ ഹാൻഡൊക്കെ കേട്ടോ. ഇത് കൂടി വലുത് വേണോ? വേണ്ട. ഇത് വലിയ ഹാൻഡ് കേട്ടോ. ഇത് വലിയ ഹാൻഡ് കേട്ടോ. അയ്യോ ഇതാ ഞാൻ വലിയ ഹാൻഡ് ആക്കണില്ല. ഞാൻ ചെറിയ ഹാൻഡ് ആക്കാൻ പോകുന്നു. 3 ഹാൻഡേഴ്സ് വേണമല്ലോ. ഇത് ഞാൻ ചെറിയ 2ാമത്തെ ഹാൻഡ് ആക്കാണ്. ഇങ്ങോട്ട് വെക്കായത്. നമുക്കിനിയും ബിഗ് ഹാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ വരയ്ക്കണമല്ലോ ബിഗ് ഹാൻഡ്. വരയ്ക്കുക. ഇത് ഇവിടെ വരയ്ക്കേണ്ട ഡെപ്പി സാധനങ്ങളൊക്കെ എഴുതി പേനയൊക്കെ കിട്ടിയിട്ടോ. എങ്കിലും ഓടും. അപ്പോൾ അതിൻ്റെ അളവ് എത്രയെങ്കിൽ ഇതിൽ നിന്നും ഇത്തിക്കൂടി ആക്കാം അല്ലേ. കുറച്ച് വലുതാക്കിയാൽ മതി. അതിൽ നിന്ന് ഇത്ര മതിയല്ലേ.
കുത്തി വലുതായി പോയിന്നു തോന്നുന്നു കേട്ടാ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന ഓരോ ഇതാണെന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇത് ആരെങ്കിലും ഇങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ആ വീഡിയോ ഇത് കട്ട് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോൺ വാങ്ങണം. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് തന്നെ ഒരു ഫോൺ വാങ്ങണം. എന്നിട്ട് ആ ഫോണിൽ ഒരു യൂട്യൂബ് തുടങ്ങാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളെ സഹായിച്ചാൽ എനിക്ക് ആ ഫോൺ വാങ്ങാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളെ ഹെൽപ്പ് എനിക്ക് എപ്പോഴും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കണത്. നിങ്ങളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നടക്കും. എന്താണേലും നടക്കും. മാത്രമല്ല നിങ്ങളൊരു ചെറിയ ഹെൽപ്പാണ് ഞാൻ ചോദിക്കണത്. ഹെൽപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അത് മതി നിങ്ങൾക്ക്. എനിക്ക് 1 ലാക്ക് അടിക്കുകയാണ്. 2 മാസം കൊണ്ട് 1 ലാക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇത് എന്താ പറയുക ഇത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ പറയാം. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒട്ടും മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യട്ടോ. താങ്ക് യു ഫോർ യൂസ് എന്ന് പറഞ്ഞ് താങ്ക് യു അല്ലെങ്കിൽ താങ്ക് യു ഫോർ യൂസ് എന്ന് പറഞ്ഞാൽ വല്ലതും കമൻറ്റ് ചെയ്യുക പ്ലീസ്. എൻ്റെ വ്യൂസ് പോലും എനിക്ക് മില്യൺ അടിക്കണില്ല കേട്ടോ. എല്ലാ വീഡിയോയ്ക്കും അല്ലെങ്കിൽ 100ന് പുറത്ത് അത്ര കയറണുള്ളൂ. എനിക്ക് 5 ദിവസം കൊണ്ടാണ് ഈ 1K അടിച്ചത് കേട്ടോ. അതാണ് എൻ്റെ ഒരു വലിയ സർപ്രൈസ്. അതാണ് എൻ്റെ ഒരു 5 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും കടിയാനായിട്ടും ഞാൻ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു 1K അടിക്കാനുള്ള ഹെൽപ്പ് തന്നെ ധാരാളമായിട്ട് എനിക്ക് താങ്ക് യു. അതിനൊക്കെ കുറേ താങ്ക് ഞാൻ പറഞ്ഞു ഒന്നും പറയാനേ നിൽക്കുന്നില്ല. മില്യൺ അടിക്കണമെങ്കിൽ ഒരു 150 താങ്ക് പറയേണ്ടി വരുമായിരിക്കും ഞാൻ നിങ്ങൾ അടുത്ത് മേടോ പോയി വീണ് ഇതമ്മേടാ വീണ്ടും വീണ് ഇതെന്തുവാ. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്ററിലോട്ട് പോവാം. അപ്പോൾ അതായത് നമ്മൾ ഇങ്ങനെ ആരോ വലുതാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ ഹാൻഡ് റെഡി, അവർ ഹാൻഡ് റെഡി, മിഡിൽ ഹാൻഡ് റെഡി. ഇനി സെക്കൻഡ് ഹാൻഡ് കൂടി ഉണ്ടാക്കണം കേട്ടോ. 2 ഹാൻഡ് റെഡി, സെറ്റ്. കളർ അടിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ കളർ അടിക്കണ്ടെന്നാണ്. ഇങ്ങനെ ഇരുന്നിരുന്ന് നടു കരയ്ക്കുക. നമുക്കിനി ഇതിൽ നിന്നും ചെറുതാക്കിയാണോ അതേ ഇതിൽ നിന്ന് ഇത്തിരി വലുതാക്കണോ അതേ ഇതിന് സെയിം ആയിട്ടാണോ സെക്കൻഡ് ഹാൻഡ് ഉണ്ടാക്കണോ എന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ എന്തായാലും ഇനി ഇതിൽ നിന്നും ചെറുതാക്കാൻ വെച്ചു. അതായത് ഇതിൽ നിന്നും ചെറുതാക്കാം ഒക്കെ ഇതിലോട്ട് വരയ്ക്കാം. നമുക്ക് 2 കൊമ്പുണ്ടാക്കണം. ഇതൊരു മുയലിൻ്റെ ഒരു ഇതാക്കാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് വെച്ചിട്ട് പകുതി ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ കൊണ്ടുപോകണം. സ്ക്വയർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നുകൂടി വരയ്ക്കാം. അങ്ങനെ നമ്മൾ
മിഡിൽ ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് പണിത് തയ്യാറായി. മുന്നഞ്ചി നെഞ്ചത്ത് പോയിട്ട് ഇല്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കണമെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ ഫോളോ ചെയ്തോ കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. എൻ്റെ ഇൻസ്റ്റയിൽ കുറേ കാണാണ്ട്, ഇത് യൂട്യൂബിൽ കുറേ ഷോർട്സ് ഉണ്ട്, അതൊക്കെ കണ്ടുകൊണ്ടിരിട്ടോ ബോറടിക്കണമെങ്കിൽ. വേറെ ഒന്നിനും പിന്നെ ബോറടിക്കില്ല. ഇത് ഞാൻ വെട്ടിക്കൂട്ടി. അത് വെട്ടിക്കൂട്ടി. ഇനി നമുക്ക് നമ്മൾ സ്വന്തം ഇന്ന് ഞാൻ നിന്നെ വെച്ചൊരു ക്ലോക്ക് പണ്ടില്ലെങ്കിൽ എൻ്റെ പേര് മിൻഹ എന്നല്ല. അല്ല പിന്നെ അയ്യോ, എൻ്റെ പേര് മിൻഹ എന്നല്ലാതാക്കൂ. ഇപ്പോൾ ക്ലോക്ക് പണിതില്ലെങ്കിൽ അയ്യോ ഞാൻ പെട്ടേ. ഇത് കുറേ പേര് ചോദിച്ചു നീ ഡാൻസ് പഠിക്കാൻ പോകണമെന്നോ. ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഷോർട്സ് നോക്കി പഠിക്കുന്നതാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണിത് എന്ന് പറയുന്നത്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പിന്നെ എൻ്റെ ടീച്ചേഴ്സ് വരെ ചോദിച്ചൊരു ചോദ്യമാണ്, നീ ഡാൻസ് പഠിക്കാൻ പോകണുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻസ് പഠിക്കാൻ പോകണേ. പിന്നെ എങ്ങനെ ഈ ഡാൻസൊക്കെ പഠിച്ചെടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം ഇതൊക്കെ ഭയങ്കര ടഫല്ലേ, ഇതെങ്ങനെ പഠിച്ചെടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം അത് ഞാൻ യൂട്യൂബിലെ ഷോർട്സ് നോക്കി പഠിച്ചതാണ്. കുറേ കമൻറ്റ് വന്നു നീ ഡാൻസ് ക്ലാസ്സിന് പോകണുണ്ടോ എന്ന് പറഞ്ഞു. അവർക്ക് കൂടിയുള്ളൊരു ആൻസറും കൂടി തന്നെയാണ്. പിന്നെ എല്ലാവരും ചോദിച്ചു നീ എപ്പോഴും ഈ കമൻറ്റ് റീഡ് ചെയ്യും, നിനക്ക് വേറെ പണിയില്ലേന്ന്. നീ കമൻറ്റ് റീഡ് ചെയ്യുന്ന വെറുതെ എനിക്ക് ബോറടിക്കുമ്പോൾ ഇങ്ങനെ ഈ ഫോണിൽ തോണ്ടുമ്പോൾ ഞാൻ കമൻറ്റ് റീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, അല്ലാതെ വേറെ പണിയില്ലായിട്ടൊന്നും അല്ല കേട്ടോ. ആ ചോദിച്ച ആൾക്ക് വേണ്ടിയുള്ള ഉത്തരമാണ്. നിനക്ക് വേറെ പണിയില്ലേ, നീ നമ്മളിടുന്ന കമൻ്റ് എല്ലാം വായിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചവർക്ക് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റലിലോട്ട് പോകാം. ദേ നമ്മളുടെ 3 സൂചി ഉണ്ടാക്കി നമ്മുടെ ക്ലോക്ക് ഇവിടെ ക്ലോക്കിലൊന്ന് വെച്ച് നോക്കാം. ഈ 3 സൂചി 3 അടുത്തോട്ടാക്കിയിട്ട് ഇത് 9-ലിരിക്കും, അല്ല ഇത് 9-ഇരിക്കും, ഇത് 3-ലിരിക്കും, ഇത് ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇത് 2-ലിരിക്കും, ഇത് 4-ലിരിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ക്ലോക്ക്? യെസ്. ഇനി നമുക്ക് മുയലിൻ്റെ 2 കൊമ്പുണ്ടാക്കാം. ഇതൊക്കെ മാറ്റി വെക്കാം. എല്ലാവർക്കും നമുക്ക് മുയലിൻ്റെ 2 കൊമ്പുണ്ടാക്കാം. ഇവിടെയാണ് മുയലിൻ്റെ 2 കൊമ്പുണ്ടാക്കാം കേട്ടോ. പേടിക്കണ്ട കേട്ടോ, പേടിച്ചോ മിനിറ്റത്തേക്കൊന്ന് കിട്ടിയപ്പോൾ പേടിക്കണ്ടേ. പേടിച്ചാൽ മാത്രം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. നമുക്ക് പണി തുടങ്ങാം. എൻ്റെ കഴുത്തൊക്കെ വേദനിക്കണം, അതൊക്കെ വേദനിക്കണം. കാരണം ഇത്ര ഉണ്ടാക്കാൻ പാടും അല്ലേ. ഞാൻ നേരത്തെ പേടിച്ചോ? പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ദൂരം വേണക്കട്ടെ 3 കഷ്ണമൊക്കെ കാരണം ഇതൊക്കെ എന്തിട്ടാണോ എനിക്ക് ആവശ്യമുള്ളത് ഈ രക്തിക്കാക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ട് ഈ പാത്രത്തിൻ്റെ മണ്ടയിലോട്ട് വെക്കാം. അയ്യോ, ഇത് ഇതിൻ്റെ മണ്ട വെച്ച് കൊടുക്കാം. എന്തുവാ ഇത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു എടുത്ത് ഉണവൊഴി നൃത്തമുഴകം നീ 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 നീ. ഇത് പേന കാണാനില്ല. പേന ഉണ്ട്, ഒരു മുയലിൻ്റെ ഇതുണ്ട് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും? കത്തോണേന് അയ്യോ അയ്യോ മുയലിൻ്റെ തല, സോറി മുയലിൻ്റെ കൊമ്പ്, മുയലിൻ്റെ തലയിൽ കൊമ്പ് തിരിഞ്ഞു കിട്ടും.
രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ നീയെ നീയെ. കുറേ പേര് ചോദിച്ചു നീ എത്ര ക്ലാസ് പഠിക്കുക എന്നൊക്കെ ചോദിച്ച് കമൻറ്റിട്ട്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുക. എനിക്ക് 9 വയസ്സായിട്ട്. ഞാൻ KTCT കടമ്പള്ളി സ്കൂളിൽ ആറ്റിങ്ങിലാണ് പഠിക്കുന്നത് കേട്ടോ. ரொம்ப ഇഷ്ടപ്പെട്ടു ആണ് പഠിക്കുന്നത് കേട്ടോ. ഇതെന്തുവാ ഗുവ കണക്കുണ്ടല്ലേ. ഇതൊരു മുയലിൻ്റെ തലയാണ് കേട്ടോ. വേറൊന്നും വിചാരിക്കരുത്. ഒരു മുയലിൻ്റെ തല കാട്ടി വെച്ചേക്കുന്ന ജോലിയാണ് ഞാൻ. പിന്നെ മുയലിൻ്റെ തലയിലും മുയലിൻ്റെ കൊമ്പിലും ഞാൻ ഇത് പേപ്പറിട്ട് ഇരിക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇതിത്തി വലുത്, ഇതിത്തി ചെറുതായിപ്പോയി. നമുക്ക് ഇവിടെ വരയ്ക്കുന്ന വലുത് സെയിം ആയില്ലേ. ഓക്കെ. കത്രിക. ഈ കത്രിക ഇട്ടിട്ട് ജോലി ചെയ്ത് മാറ്റി. ആ കത്രിക ഇട്ട് ചെയ്യണമെങ്കിൽ 10 മണിക്കൂർ എടുക്കും. മനുഷ്യന് ഭ്രാന്തെടുക്കും. പിന്നെ സ്റ്റീൽ കത്രിക അതല്ലേ. നമുക്ക് മേറ്റലിലോട്ട് പോവാം. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും. ഇത് മറ്റേ കത്രിക കട്ടി പാടാട്ടോ. വെറുതെ എടുത്ത് ഇങ്ങനെ ഈ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ ഈ കത്രിക തന്നെയാണ് കട്ടി. ഈ കത്രിക കൊണ്ടേ വെട്ടി. രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ 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 രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ 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 രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ 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 രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ. ഈ ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ചെവി കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഇവിടെ ഒരു കണ്ണ് ഇങ്ങനെ അരച്ചെടുക്കാൻ വല്ല പ്രശ്നമുണ്ടോ? സോറി. അയ്യോ, ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോന്ന് ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. അത് കുഴപ്പമില്ലല്ലേ. നമുക്ക് ഇതേ അളവ് ഞാൻ മറ്റേ ചെവി വിട്ടാൽ ഈ മറ്റേ ചെവി ഇതിൻ്റെ അകത്തല്ലേ മറ്റേ ചെവി. രക്തമുളകും നീയെ 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 കാറ്റുമുളകും നീയെ നീയെ നീയെ. ഇങ്ങനെയാണ് എൻ്റെ പാട്ട്. ഞാൻ ഉണ്ടാക്കിയ പാട്ട്. ഞാൻ മരിച്ചു കിടക്കണ നേരത്ത് എല്ലാവരും കരയണ നേരത്ത് എല്ലാവരും ചൊല്ലണതല്ലേ വെച്ചുകൊള്ളൊരു ഭാര്യക്കാരൻ മുഞ്ചാണെഞ്ചു മറിയണ ആത്തുള്ളൊരു ഭാര്യക്കാരനെ കൊണ്ടൊരു മനത് ഉണ്ട് കാതില കണക്കണ വയസ്സുണ്ട് കല്യാണം കച്ചി വയസ്സുണ്ട് എല്ലാവരും ചൊല്ലണ കല്യാണം ഉള്ളൊരു ഭാര്യക്കാരൻ നെഞ്ചിമറിയണതാകത്തുള്ളൊരു കാരനെ കണ്ടൊരു മധുരമുണ്ട് അതിൽ കലക്കുന്ന വയസ്സുണ്ട് കല്യാണി കച്ചി വയസ്സുണ്ട് എല്ലാവരും ഇതെങ്ങനെയുണ്ട്? കളാവൂ എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ കൊമ്പൊക്കെ വെച്ച് മടി. നമുക്കിനി ഇതിനൊക്കെ പേപ്പർ കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ വയ്യ.
എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? പേപ്പർ എടുക്കാൻ താഴെ പോണം. അമ്മേ ഹലോ, ഞാൻ തിരിച്ചു വന്നു. എല്ലാവർക്കും സുഖം തന്നെ. ഞാൻ തിരിച്ചു വന്നു. 2 പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ തേയൊന്നും എനിക്ക് കിട്ടുന്നില്ല. പശ എടുത്തിട്ട് ഇതാ പിന്നെ വെജ് വന്നു. ആര് പോലെ കഴിക്കട്ടെ. അപ്പൊ നമ്മളിനി എടുക്കാനുള്ളതെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പശ എടുക്കണം. മറ്റുള്ളോട്ട് പോവാം, സംസാരിക്കണ്ട. പശ എടുത്തതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിലേക്ക് നല്ലപോലെ തേച്ചെടുക്കി. പശ എന്ന് പറയുന്നത് പേപ്പർ ഒട്ടിക്കുന്ന പശ അറിയാലോ, ആ പശയാണ്. ഒട്ടി അമ്മ നമുക്ക് ഇത് മുഴുവനും തേച്ചെടുക്കാം. ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കുറേ കമൻറ്റ് ഒന്നും മനസ്സിലായത് എങ്ങനെ ഉണ്ടാക്കിയൊന്നും മനസ്സിലായത്. ലോങ് വീഡിയോ ഇടും എന്നാലേ നമുക്ക് ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ കമൻറ്റിനനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഈ ലോങ് വീഡിയോ ഇട്ടത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിനെല്ലാം ഒട്ടും മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഞാൻ നോക്കി ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ട് നോക്കിയപ്പോഴാണ് അതൊന്നും മനസ്സിലാവില്ല. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല ഇട്ടിട്ട്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു വീഡിയോ ആയിട്ടില്ല, അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഒന്നുപോലും കട്ട് ചെയ്യാതെ മുഴുവനും കറക്റ്റ് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാട്ടോ. തൊടാൻ പറ്റാത്ത രീതിയിൽ മുഴുവനും പശ തേച്ചിട്ടോ. കറ്റുമുളകും നീയ കറ്റുമുളകും 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 ഇതിൽ വേണം. നമുക്ക് ഇതുണ്ടാക്കി തീർന്നിട്ട് പോവാം. ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? നിങ്ങളെന്താ രാവിലെ കഴിച്ച് പറ? സുഖം തന്നെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതെങ്കിലും പറയണേ, നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ പശ തേച്ച് പിടിപ്പിച്ചിട്ടോ. പേപ്പർ ഒട്ടിക്കട്ടെ. ഒട്ടു പേപ്പർ ഒട്ടിച്ചു. നല്ല പേടിയുണ്ടായിരുന്നു ഒട്ടിച്ചു. ഒട്ടിച്ച് കേസ് നല്ല പേടിയുണ്ട്. ദൂരത്തില്ല, അതാ ഈ ഒട്ടിച്ച് കേസ് നടക്കാം. വെട്ടാം. അടുത്ത പേപ്പർ വെച്ച് അടുത്തടുത്തത്തിൽ നല്ലോണം തെച്ചെടുക്കാം. ഇവിടെ ഇത്തിരി ഇങ്ങനെ വെച്ചെടുക്കാം. ജംഗോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ ഫിനിഷ്
ചെയ്തു കേട്ടോ. അത് സാരമില്ല. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ മടക്കാം. കൂട്ടുള്ളിടത്ത് നമുക്കൊന്ന് മുട്ടിയിടണമെന്ന് ഇവിടെ ആക്കട്ടെ. യെസ്, ഇട്ട വലുതായി. സൈഡ് കട്ടട്ടാ. അങ്ങനെ ഇതാണ് ഫൈനലി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വെട്ടിയിട്ട് അതൊന്ന് നമുക്ക് ആടുകൾക്ക് ഉണ്ട് അതിലൊക്കെ നോക്കുക. നമുക്ക് ഇതിൽ പൊതി നോക്കാം. ഇതാണ് മെയിനല്ലേ പൊതിയുള്ളത്. നല്ല പശ തേച്ചിട്ടില്ല ഞാൻ, പക്ഷെ തേക്കാൻ പോകുന്നു. ഇത്രയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പശ തേക്കാം. പശ തേച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ബാക്കിൽ ഇത്തിരി തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിലൂടെ
അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഒട്ടിക്കുന്നതൊക്കെ ലാസ്റ്റാണ്. അപ്പം നമുക്കിനി അടുത്ത കൊമ്പ് പൊതിയണം. അങ്ങനെയാണ്. തേച്ചെടുക്കാം. നമുക്ക് തേച്ചെടുക്കണ്ട. പൊട്ടിച്ചിട്ട് ബാക്ക് സൈഡ് എടുത്തിട്ട് തേച്ചെടുക്കാം. പിന്നെ നമുക്കിവിടെ ചിലപ്പോൾ ഊരിപ്പോരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്, സ്റ്റാപ്ലെയർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ പേപ്പർ ഇതിന് കളർ വരാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് സ്റ്റാപ്ലെയർ ചെയ്യുന്നത്. സ്റ്റാപ്ലെയർ മാത്രം ചെയ്ത് വെക്കില്ല, എന്നാൽ ഇതിനും വലിയ പണി കിട്ടും. നമ്മൾ പശ തേച്ച് ഇങ്ങനെ ഒട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് പറയാനുള്ളത് സ്റ്റാപ്ലെയർ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടാണ്. ഇളവ് പോരാതിരിക്കുകയാണെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ചെയ്താൽ മതി കേട്ടോ. സംഗതി ഒക്കെ ആവും. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇനി ഇവിടെ പറയാം എന്ന് പറയുന്നത് നമ്മളിവിടെ ശരീരത്തിലൊക്കെ നല്ലപോലെ പോകാം. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ചാൽ നല്ല രസമായിട്ടുണ്ടാവും. ഓക്കെ തുടങ്ങി. ഇനിയെന്ന് പറയുന്ന സൂചി ഇവിടെയുള്ള സൂചി ഇവരെ 3 പേരെയും കൂടി നമുക്കിത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഇതായിട്ട്. നമുക്ക് എല്ലാവരും അതാണ് എപ്പോഴാണ് ആലോചിച്ചത്. ഈ സമയം ഈ വൈറ്റ് എന്താണെന്ന് ഇത് പൊതിഞ്ഞത് അറിയത്തില്ലായിരിക്കും, കാണാൻ പറ്റില്ല. സമയം ഞാനിപ്പോൾ ഇത് പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ ഇതൊട്ടും അറിയത്തില്ല. അല്ല, ചുരുട്ടി വെച്ചാൽ അറിയാമായിരിക്കും. അതിൽ ഒന്ന് മൊത്തം ചുരുട്ടി നമുക്ക് കാണിച്ചേ. കാട്ടിത്തരാം.
വരിക. ഇതായിരിക്കെങ്കിലും വേണമെന്നുള്ളൊരു വയറ്റിൽ തന്നെ പൊതിഞ്ഞ് വെച്ച് നോക്ക്. ഞാനിപ്പോൾ ഇതിനൊരു സൂചി കാണില്ല. ഇതാൻ്റെ കയ്യിൽ നമുക്ക് എന്തായാലും അല്ലാതെ പിന്നെ സ്പീഡിൽ ഇരുന്നെന്താ ഒരു കളർ പെൻസിൽ വെച്ചുള്ള കളറാ ചെയ്താലോ. ബ്ലാക്ക് കളറുണ്ട്. ബ്ലാക്ക് ചെയ്യാനാണെങ്കിൽ ഗ്രീനൊട്ടും മേടിച്ചില്ല. ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് വരാം കേട്ടോ. സ്റ്റാർട്ട്. അത് കാണില്ല. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് അടിക്കണം. ബ്ലാക്ക് കളർ തന്നെ വേണമെന്നില്ല. ഇഷ്ടമുള്ള കളർ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വൈറ്റിൻ്റെ കൂടെ ഇപ്പോൾ ബ്ലാക്ക് കളർ ചേരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വൈറ്റ് പൊതിഞ്ഞാണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കളേഴ്സിന് പ്രശ്നം. പക്ഷെ ഞാൻ ഇവിടെ പിന്നെ ബ്ലാക്കാണ് എടുത്തത്. നിങ്ങൾക്കും ബ്ലാക്കാണ് വേണമെങ്കിൽ ബ്ലാക്ക് തന്നെ എടുത്തോളൂ. നിങ്ങൾ ഞാൻ ഇവിടെ ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. ഒരു സൂചി നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ചേർന്നില്ലല്ലോ. എനിക്ക് നല്ലപോലെ ചേരണമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേരുന്ന കളർ ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് തന്നെ എടുത്തോളൂ. എനിക്കിപ്പോൾ ഇവിടെ ചേർന്നതിൻ്റെ ഈ വൈറ്റ്, നിങ്ങൾ ഈ വൈറ്റ് പേപ്പറിൻ്റെ അവിടെ വേണമെങ്കിൽ വേറെ കളർ ഇവിടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് ക്ലോക്കാണ് ഉദ്ദേശിച്ചത്. എനിക്ക് വൈറ്റ് ക്ലോക്കാണ് ഇഷ്ടം പണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ക്ലോക്ക് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ ആയാലും കൊടുത്തതുപോലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾ എന്നെ സെയിം തന്നെ ചെയ്യട്ടോ, അല്ലെങ്കിൽ കുളമാവും കേട്ടോ. കളർ ഇതിൽ കുറച്ചുകൂടി ഇത് ചെയ്യാണ്ട് ചെയ്യട്ടെ. ഈ രണ്ടിപ്പോൾ എനിക്ക് കുഴപ്പം ഞാൻ കാണുന്നത് താഴെയാണ്. ഞാൻ അടുത്ത ഇതിലും പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിവിടെ പിങ്ക് കൊടുത്തിട്ട് ഇവിടെ ഇതിൽ വേണമെങ്കിൽ വൈറ്റ് ആക്കിക്കുക, അല്ലെങ്കിൽ അവിടെ പിങ്ക് കൊടുത്തിട്ട് ഇതിൽ ബ്ലാക്ക് ആക്കുക. അങ്ങനെ ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇതിൽ മാത്രമേ ഇഷ്ടമുള്ള കളർ എടുക്കാവുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കണക്ക് ചാർട്ടുണ്ടെങ്കിൽ ചാർട്ട് തന്നെ നിങ്ങൾ ചെയ്തോട്ടോ. ഞാനിപ്പോൾ എൻ്റെ ചാർട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പേപ്പറുണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്തത്. ഇത് നിങ്ങളെ അധികം പേപ്പറുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലൂടെ ഇത് ചെയ്യട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അധികം പേപ്പറും ഇല്ല ചാർട്ടും ഇല്ലാത്ത രീതിയിലായതുകൊണ്ടാണ് ഒരു സൈഡ് മാത്രം ചാർട്ട് എഴുതി പേപ്പർ കൊണ്ട് കവർ ചെയ്തേക്കുന്നത്. നിങ്ങളുടെ ടൈമിന് ഇത് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കണം. പിന്നെ ഇതെല്ലാം കൂടി ഒന്നാക്കണം. നമ്മൾ ഒരു സൂചി സൂചി വല്ലതും വേണം. അപ്പോൾ അതൊക്കെ നമുക്കിനി ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്പേഴ്സ് എഴുതാനല്ല, ഇനി ഇവിടെ ചുറ്റിന് റൗണ്ട് ബോർഡർ വരയ്ക്കണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് റൗണ്ട് ബോർഡർ വരയ്ക്കാനാണ്.
ബോർഡർ തെറ്റാതെ സൂക്ഷിച്ച് വരയ്ക്കണം കേട്ടോ. ഞാൻ തെറ്റിയിട്ടൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ബോർഡർ തെറ്റാതെ നല്ല സൂക്ഷിച്ച് വരയ്ക്കണം കേട്ടോ. ബോർഡർ വരയ്ക്കുമ്പോൾ സൂക്ഷിക്കാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് അതാണല്ലേ, തെറ്റാതിരിക്കുക. അത് ഞാൻ ബോർഡർ വരയ്ക്കുമ്പോൾ മെയിൻ ബോർഡർ എൻ്റെത് സെറ്റായിട്ടുണ്ട്. നിങ്ങളത് എന്തായാലും കേട്ടോ പറയാം കേട്ടോ. ഇനി നമ്പർ എഴുതാൻ പോവാണ്. ഞാൻ ബ്ലാക്ക് കൊണ്ട് എഴുതും, വേറെ ഏതെങ്കിലും കളർ കൊണ്ട് എഴുതണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ 2 ലെയർ കൊടുത്തൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി 2 ലെയർ കൊടുത്താണ് എഴുതിയേക്കാം. ഇത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ എഴുതുക കേട്ടോ, എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുകയാണ്. ഈ ജോയിൻറ്റിൻ്റെ നേരെ ഇവിടെ 6 കൊടുക്കുക, എന്നിട്ട് ഇവിടെ 9 കൊടുക്കുക. സിമ്പിളാണ്. പിന്നെ ഇവിടെ 12, ഇവിടെ 12, ഇങ്ങനെ 1 മണി, പിന്നെ ഇവിടെ 2 മണി, 3 അവിടെ ഉണ്ടല്ലോ, ഇവിടെ 4 മണി, ഇവിടെ 5 മണി, ഇവിടെ 6, ഇവിടെ 7 മണി, ഇവിടെ 8 മണി, ഇവിടെ 10 മണി, ഇവിടെ 11 മണി. ഇങ്ങനെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 9 ഈ ഇടയ്ക്കുള്ള ഈ നമ്പേഴ്സിലൊക്കെ ഇങ്ങനെ ഇത് എടുക്കുകയാണ് ഞാൻ ഒരു ഇതിന് വരാൻ വേണ്ടി. ഇത് അതൊക്കെ മെയിൻ നമ്പേഴ്സ് ആയതാണ്. ബാക്കിയെല്ലാം സാധാ ഇതിനൊക്കെ എടുക്കാം. ഇതും 3 നമ്പർ കൊടുത്താൽ മതി, 4 നമ്പർ കൊടുത്താൽ മതി. അപ്പോൾ സെറ്റായി. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഒരു ഡിസൈന് വേണ്ടി കൊടുക്കുകയാണ്. ഈ സ്പേസ് വിട്ട് കിടക്കുന്ന സ്ഥലത്തൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല സ്പേസ് വിട്ട് കിടക്കുന്നിടത്ത് ഭംഗിയുള്ളത്. ഇത്രയും സ്പേസൊക്കെ വിട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു ഇത് വരാനായിട്ടാണ് ഈ ഒരു ഇത് എടുത്തിരിക്കുന്നത്. എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇത്തിരി സ്പേസ് ഇട്ടേക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ഇവിടെ ഒരു ഇത് നമ്മുടെ മുയലിൻ്റെ മുയലോടെ ഈ മുയലിൻ്റെ തല ഇവിടെ ഒരു മുയലിൻ്റെ തല വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ കണ്ണിങ്ങനെ അടച്ചിരിക്കുന്ന രീതി വരയ്ക്കണമെന്ന് ചെറുതായിട്ടൊരു ഡിസൈനിന് വേണ്ടി മാത്രമായിട്ടാണ്, വേറെ ഒന്നും വരയ്ക്കില്ല കേട്ടോ. ഞങ്ങൾക്ക് വേറെ ഡിസൈൻ കൊടുത്തല്ല, ഇവിടെ നടുക്ക് വേറെ ഒന്നും വരയ്ക്കില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ മുയലിൻ്റെ ഇതിട്ട് ആയതുകൊണ്ട് പിന്നെ അവിടെ വേറെ ഒന്നും കൊടുക്കാതിരുന്നതായതുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് വേണ്ടി മാത്രമാണ് ഇവിടെ കണ്ണ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്നും വരയ്ക്കത്തില്ല.
വാ എന്നും വരയ്ക്കല്, വാ വരച്ചാൽ തീർച്ചയായും കൊളാവുന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണെന്നല്ലോ ഇത് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മളിത് ക്ലോക്കിൻ്റെ കളർ എടുത്തേക്കുന്നത്. കാരണം ബോർഡർ ബ്ലാക്ക് അങ്ങനെ നമ്പേഴ്സ് ഇട്ടുണ്ട്. അങ്ങനെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ ഇവിടെ പശു തേച്ചെടുക്കണം. ഇനി ചാർട്ട് നിങ്ങളെ അതുകൊണ്ടെങ്കിൽ ബാക്കിലൂടെ തേച്ചോട്ടെ. അല്ലെങ്കിൽ ചാർട്ടും ഇല്ല പേപ്പറും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ തേക്കാത്ത. ഇല്ലെങ്കിൽ ഞാൻ ബാക്കിൽ തീർച്ചയായും തേച്ചാണ് കേട്ടോ. ഇത്തിരി ഇങ്ങനെ തേച്ചെടുക്കുക. ഇത് കണക്ക് തന്നെ ഇതിൻ്റെ ആർട്ടിക്കിളടുത്ത് ഇവിടെ ഇത്തിരി ഇങ്ങനെ തേച്ചെടുക്കുക. എന്നിട്ട് ആ തേച്ചെടുത്ത് ഇങ്ങനെ നനത്തി വെച്ചെടുത്താൽ മതി. അവിടെ അല്ലാതെ വേറെ ഒന്നും കിടക്കണ്ട. പിന്നെ സ്ലാബ് ലെയർ ചെയ്തിട്ടോ അവിടെ എനിക്ക് വേറെ ഇളവാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത മുറിയേണ്ടത് ഇനി അതും ഇത് കണക്കന്നെ ഇവിടെ ഇത്തിരി ഇങ്ങോട്ട് ആക്കിയിട്ട് അത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നല്ലത് തേച്ചിട്ട് ഇതിൽ ഇത്തിരി തേച്ചിട്ട് എൻ്റെ ബാക്കിൽ എഴുതുന്നില്ല, ഞാൻ ആ ഫ്രണ്ടിൽ ഇത്തിരി തേച്ചിട്ട് തേച്ചെടുത്ത് വെക്കുക. അത് സ്ലാബ് ലെയർ അടിക്കുന്നുണ്ട്. ഇളവേര നല്ല ഇതാണ്. അത് ഓക്കെ ആയി. ഇനി നടുക്ക് സൂചി കൊടുക്കണം. ഒരു പിന്നെ ആവശ്യമുണ്ട്. നിർത്തി